കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി യുഎഇയിൽ വ്യാപകമായ രീതിയിൽ മഴ പെയ്തിരുന്നു. പലയിടത്തും ആലിപ്പഴം വീഴ്ചയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ചിലപ്പോഴെങ്കിലും കനത്ത മഴയിൽ വിവിധ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്വാഭാവികമായി യുഎഇയിൽ ഇത്തരം മഴ പെയ്യാൻ സാധ്യത വളരെ കുറവാണ്. യുഎഇയിൽ പലപ്പോഴായി നടക്കുന്ന കൃത്രിമ മഴയാണ് ഇതിന് കാരണം. മഴ പെയ്യിക്കാനായി വിവിധ രാജ്യങ്ങൾ പരീക്ഷിച്ചു വിജയിച്ച് ഉപയോഗിക്കുന്ന ക്ലൗഡ് സീഡിംഗ് എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാം. പ്രതിവർഷം 100 മില്ലിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശമാണ് യുഎഇ. സ്വാഭാവികമായുള്ള മഴക്കുറവ് കൂടാതെ വ്യാവസായികവൽക്കരണവും ജനസംഖ്യാ വളർച്ചയും ജലത്തിന്റെ ആവശ്യം ഉയർത്തുകയും നിലവിലെ ജലസ്രോതസ്സുകൾ അതിവേഗം വറ്റിക്കുകയും ചെയ്തു. ഇതിനൊരു പോംവഴിയായി യുഎഇ കണ്ട മാർഗമാണ് ക്ലൗഡ് സീഡിംഗ്. മേഘങ്ങളിൽ നിന്ന് വീഴുന്ന മഴയുടെ അളവിനെ സ്വാധീനിക്കാൻ രൂപകൽപ്പന ചെയ്ത കാലാവസ്ഥാ പരിഷ്കരണത്തിന്റെ ഒരു രൂപമാണ് ക്ലൗഡ് സീഡിംഗ്. ക്ലൗഡ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഐസ് ന്യൂക്ലിയസ് ആയി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പദാർത്ഥങ്ങളെ വായുവിലേക്ക് ചിതറിക്കുന്നത് വഴി മേഘങ്ങൾക്കുള്ള മൈക്രോഫിസിക്കൽ പ്രക്രിയകളെ മാറ്റി അവയെ മഴമേഘങ്ങളാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇത് മഴ പെയ്യ്ക്കുന്നതിനോ കൃത്രിമ മഞ്ഞ് വരുത്തുന്നതിനോ മൂടൽ മഞ്ഞ് കുറയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. 1891 ലൂയിസ് ഗാത്മാനാണ് ക്ലൗഡ് സീഡിംഗിന്റെ ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ദ്രവരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മഴമേഘങ്ങളിലേക്ക് വിതറി മഴ പെയ്യ്ക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. 1946 ഡീപ് ഫ്രീസ് യൂണിറ്റിലേക്ക് ഡ്രൈ ഐസ് ചേർത്ത് ഐസ് പാനലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആകസ്മികമായി ആദ്യ ക്ലൗഡ് സീഡിംഗ് നടത്തി. ഏതാണ്ട് അതേസമയം ബെർണാഡ് വാഗ്നറ്റ് സിൽവർ അയോഡൈഡ് ഉപയോഗിച്ച് മറ്റൊരു സീഡിംഗ് രീതി കണ്ടെത്തി. 1946 ക്ലൗഡ് സീഡിംഗിനായി ഈ രീതികൾ സ്വീകരിച്ച് മാസച്യൂട്ട്സിലെ ഗ്രേലോക്ക് പർവ്വതത്തിന് സമീപം വിജയകരമായി മഞ്ഞുവീഴ്ച ഉണ്ടാക്കി. ടേബിൾ സോൾട്ട് പോലെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഹൈഗ്രോസ്കോപ്പിക് സീഡിംഗും മഴ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇനി എങ്ങനെയാണ് ക്ലൗഡ് സീഡിംഗ് നടത്തുന്നതെന്ന് നോക്കാം. ചിതറിക്കിടക്കുന്ന മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. മഴ പെയ്യിക്കേണ്ട പ്രദേശത്തിന് മുകളിലായി മേഘങ്ങളെ എത്തിക്കും. തുടർന്ന് സിൽവർ അയോഡൈഡ്, ഡ്രൈ ഐസ് എന്നിവ 0 ഡിഗ്രിയേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ മേഘത്തിലേക്ക് കലർത്തുന്നു. വിമാനങ്ങളും റോക്കറ്റും ഉപയോഗിച്ചാണ് സാധാരണയായി രാസവസ്തുക്കൾ മേഘത്തിലേക്ക് വിതറുന്നത്. ഭൂമിയിൽ നിന്ന് ജനറേറ്ററുകൾ ഉപയോഗിച്ചും സീഡിംഗ് നടത്താറുണ്ട്. മേഘങ്ങളിലെത്തുന്ന രാസവസ്തുക്കൾ അവിടെയുള്ള നീരാവിയെ ഘനീഭവിപ്പിച്ച് വെള്ളത്തുള്ളികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 12,000 അടി ഉയരത്തിലുള്ള മേഘങ്ങളാണ് ക്ലൗഡ് സീഡിംഗിന് കൂടുതൽ അനുയോജ്യം. റഡാറുകൾ ഉപയോഗിച്ചാണ് യോഗ്യമായ മേഘങ്ങളെ കണ്ടെത്തുന്നത്. ക്ലൗഡ് സീഡിംഗിന് സാധാരണയായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ സിൽവർ അയോഡൈഡ്, പൊട്ടാഷ്യം അയോഡൈഡ്, ഡ്രൈ ഐസ് എന്നിവയാണ്. എന്നാൽ ദ്രവീകൃത പ്രൊപ്പൈൻ മേഘങ്ങളിൽ ഐസ് പാനലുകൾ സൃഷ്ടിക്കാൻ കൂടുതൽ ഫലപ്രദമാണെന്ന് പുതിയൊരു കണ്ടെത്തലുണ്ട്. 2010 ജനീവ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഉപയോഗിച്ചുള്ള ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫെഡറൽ ഏജൻസികൾ സ്പോൺസർ ചെയ്യുന്ന വിവിധ ഗവേഷണ പദ്ധതികൾ 1960 മുതൽ ക്ലൗഡ് സീഡിംഗിന്റെ ഫലപ്രാപ്തി നിരീക്ഷിക്കുന്നുണ്ട്. 1967 മുതൽ 1972 വരെ US സൈന്യം നടത്തിയ ഓപ്പറേഷൻ പോപ്പേ വടക്കൻ വിയറ്റ്നാമിൽ മഴക്കാലം നീട്ടുന്നതിനായി സിൽവർ അയോഡൈഡ് ഉപയോഗിച്ച് മേഘങ്ങൾ വിതച്ചിരുന്നു. 1979 വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ സ്പെയിനിൽ സീഡിംഗിലൂടെ മഴ പെയ്യിച്ചിരുന്നു. ചൈനയാണ് ആഗോളതലത്തിൽ ഏറ്റവും വലിയ ക്ലൗഡ് സീഡിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത്. ക്ലൗഡ് സീഡിംഗിലൂടെ പരസ്പരം മഴ മോഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച് അയൽ രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലും ഉടലെടുത്തിട്ടുണ്ട്. 2008 ഒളിമ്പിക് ഗെയിംസിന് മുമ്പ് ചൈന ക്ലൗഡ് സീഡിംഗ് ഉപയോഗിച്ചിരുന്നു. 2009 നടത്തിയ ക്ലൗഡ് സീഡിംഗ് ബീജിംഗിലും വടക്കൻ ചൈനയിലും മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായി. ഇത് റോഡ് അടച്ചുപൂട്ടലിലേക്കും 1987 ശേഷമുള്ള ബീജിംഗിലെ ആദ്യ മഞ്ഞുവീഴ്ചയിലേക്കും നയിച്ചു. ജൂലൈയിലെ ശതാബ്ദി ആഘോഷവേളയിൽ ആകാശം വൃത്തിയാക്കാനും വായുമലിനീകരണം കുറയ്ക്കാനും ചൈന സീഡിംഗ് ഉപയോഗിച്ചിരുന്നു. 2014 മാത്രം UAE 187 ക്ലൗഡ് സീഡിംഗ് ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ വിമാനവും ഏകദേശം 3 മണിക്കൂർ ചെലവഴിച്ച് 5 മുതൽ 6 വരെ മേഘങ്ങളെ ലക്ഷ്യമാക്കിയിരുന്നു. ഒരു ഓപ്പറേഷന് $3000 വീതമാണ് ചെലവായത്. ഇന്ത്യയിലും ക്ലൗഡ് സീഡിംഗ് പരീക്ഷിച്ചിട്ടുണ്ട്. 1983 മുതൽ 1987 വരെയും 1993 മുതൽ 1994 വരെയും തമിഴ്നാട് സർക്കാർ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടുണ്ട്. 2003-2004 കർണാടക സർക്കാരും ഈ വിദ്യ പരീക്ഷിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ 12 ജില്ലകളിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നത് 2008 2005 വരൾച്ചാ സമയത്ത് പാലക്കാട് ജില്ലയിലും കൃത്രിമ മഴ പെയ്യിക്കാൻ പദ്ധതി മുന്നോട്ട് വെച്ചെങ്കിലും ഇത് പ്രാവർത്തികമായില്ല. ക്ലൗഡ് സീഡിംഗ് പൂർണ്ണമായും വിജയകരമാണെന്ന് പറയാൻ കഴിയില്ല. ഏഷ്യ, ആഫ്രിക്ക, വടക്ക് അമേരിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലെ മിക്കവാറും രാജ്യങ്ങളിലും ക്ലൗഡ് സീഡിംഗ് ഉപയോഗിച്ച് കൃത്രിമ മഴ പെയ്യ്ക്കുകയോ മൂടൽ മഞ്ഞ് നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത് വഴി സ്വാഭാവികമായി ഉണ്ടാകുന്ന മഴയുടെ അളവിൽ 10% വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് ടെൽ അവീവ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ 2010 നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ ആലിപ്പഴ വർഷത്തിനും ക്ലൗഡ് സീഡിംഗ് കാരണമാകാറുണ്ട്. 1977 2740 ടൺ സിൽവർ അയോഡൈഡ് US ഗവൺമെന്റ് കൃത്രിമ മഴ പെയ്യിക്കാനായി മേഘങ്ങളിൽ വർഷിച്ചത് മനുഷ്യർക്കും മറ്റ് സസ്തനികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മണ്ണിന്റെയും സസ്യങ്ങളുടെയും സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നതിനും
ജലമലിനീകരണത്തിന് കാരണമായിട്ടുണ്ടെന്ന് ചില പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചിരുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ ആഗോളതാപനത്തിന് പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതിനും കാരണമാകുമെന്നും ആരോപണങ്ങൾ നിലവിലുണ്ട്. എങ്കിലും കടുത്ത വളർച്ചയെ പ്രതിരോധിക്കാൻ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ആശ്രയിക്കുന്നത് ക്ലൗഡ് സീഡിങ്ങിലൂടെയുള്ള കൃത്രിമ മഴയെ തന്നെയാണ്. എന്നാൽ അതിന് സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം ആവശ്യമാണ്. കൂടാതെ അന്തരീക്ഷത്തിൽ ക്യുമുലോനിംബസ് മേഘങ്ങളുടെ സാന്നിധ്യവും അനിവാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല പണച്ചെലവുള്ള പദ്ധതിയാണ് ക്ലൗഡ് സീഡിംഗ്. അപ്പോൾ എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം കാണാം.